അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് എല്ലാവരും റെഡിയായി. എൻ്റെ മുടി ഞാൻ ഇങ്ങനെ കെട്ടിയേക്കുന്നു കേട്ടോ. നിങ്ങളൊക്കെ അന്ന് പറഞ്ഞില്ലേ നല്ലതാണ്, പക്ഷെ ഇച്ചിരി ഉണങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ റെഡിയാവാനുണ്ട്. കോഴിവാല് പോലെ ഇരിക്കുന്നത്. അപ്പോൾ എവിടോട്ടാണ് യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പാലക്കാട്ടോട്ടാണ് യാത്ര. അപ്പം പോകുന്ന വഴിയെല്ലാം നമുക്ക് കാണാം. ഇവിടുന്ന് പോകുമ്പം തൊട്ട് ഉള്ള വിശേഷങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ എല്ലാം റെഡിയായി. അപ്പം ഞങ്ങൾ പോകുന്ന വഴികൾ എല്ലാം കാണിക്കുന്നതായിരിക്കും അല്ലേ ഏട്ടാ? ദാ പിള്ളേർ മനങ്ങന്നാടാ. ദാ പിള്ളേരും രണ്ടുപേരും റെഡിയായി നിൽക്കുന്നു. ഞങ്ങൾ 4 പേരോടാണ്. അപ്പം അമ്മുമ്മയെ കൊണ്ട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, അതുകൊണ്ട് ഇനിയും വീണ്ടും പറയുന്നില്ല. ഇത്രയും ദൂരത്ത് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആണ് കൊണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി കാണാം. ഇപ്പം മൂത്തയാളാണ് വണ്ടി ഓടിക്കുന്നത്. ഇവര് മാറി വണ്ടി ഓടിക്കാനാണ് ഇരിക്കുന്നത് അല്ലേടാ മോനെ? ആ ചേട്ടൻ എന്തിയെ? ചേട്ടൻ പാവം ലോക്കൊക്കെ ഇടുന്ന ചേട്ടൻ. ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ചേട്ടൻ ഇവിടെ ഇല്ലാഞ്ഞപ്പോൾ ഞാനല്ലേ എല്ലാം നോക്കിയും കണ്ടും വാതിലെല്ലാം അടച്ചോ എല്ലാം നോക്കുന്നത്. അപ്പം അവിടെ വാതിലെല്ലാം അടച്ചിട്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പം ദേ നമ്മുടെ ചേട്ടൻ കേറി വരുന്നു. അയ്യപ്പ സ്വാമി അങ്ങനെ കേറി യോയോ. അപ്പം ഞങ്ങൾ ഇതാ നീങ്ങിക്കൊണ്ടിരിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴയായി കേട്ടോ. മൂവാറ്റുപുഴയായി അതിലേ അങ്ങനെ നടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. കാഴ്ചകളും എല്ലാം കണ്ട്. ചന്തു നിനക്ക് ഉറക്കം വരുന്നുണ്ടോടാ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ അച്ഛൻ ചേട്ടൻ പറയുമായിരുന്നു അവൻ ഉറക്കം വരുന്നെങ്കിൽ ചായ ചായയുടെ ആളാ എന്റെ കൂട്ട് തന്നെ ചായ കുടിക്കണം. ചേട്ടനപ്പൊ ചായ കുടിക്കണം അല്ലേ? അതിന് അവനോട് ചോദിച്ചത് അയ്യോ എന്നവന് പിന്നെ ഇത് വയ്ക്കല്ലോ പോകാനുള്ള ഇത് വയ്ക്കല്ലോ കണ്ടില്ല. അങ്ങോട്ട് ലെഫ്റ്റ് കുറെ നേരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ആൾക്കാർ ഇവിടെ ഗൂഗിളൊക്കെ ഇട്ടാ പോകുന്ന എല്ലാവരും ഇപ്പൊ അങ്ങനെയല്ലേ. ആർക്കും ഒന്നും ചോദിക്കണ്ടല്ലോ ആരോടും. അതിന് പോലും ആർക്കും മിണ്ടണ്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് വഴി നിർത്തിയിട്ട് എങ്ങോട്ടാ ചേട്ടു ഇന്ന സ്ഥലം എന്നൊക്കെ ചോദിക്കും. ഇന്നിപ്പം അതിനും വേണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ പോയി കുറച്ചാവുമ്പോ പറയാവേ. അപ്പൊ നമ്മള് തൃശ്ശൂര് കേറുക, കുതിരാനിലോട്ട് കേറുവാണ്. ടണൽ അങ്ങനെ കേറി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, ഇവിടം വരെ വന്നതറിഞ്ഞില്ല. നമ്മുടെ അവിടുത്തെ പോലത്തെ റോഡൊന്നും അല്ലല്ലോ, അടിപൊളി റോഡ്. 1 വേ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ പോരാൻ പറ്റും. ഓക്കെ, ഇതിനകത്തോടെ ഒത്തിരി പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. എന്നിരുന്നാലും എടുത്തന്നേ ഉള്ളു കേട്ടോ. എത്ര നീളം ഉണ്ടല്ലേ? അതെ അല്ലേ? സ്പീഡൊക്കെ കുറച്ചാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, നമ്മൾ പുറത്തിറങ്ങി. ഞങ്ങള് തൃശ്ശൂർ ഇവിടുന്ന് ഞങ്ങള് ലഞ്ച് കഴിക്കാനാട്ടോ. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി അടുത്ത ശ്രമം അല്ലേ ചേട്ടാ? നമ്മള് ലഞ്ച് കഴിക്കാനുള്ള ശ്രമല്ലേ? തായ്ലൻഡ് പോയ പോലെ ഞം കഴിക്കാൻ പോയി ഞങ്ങൾ തൃശ്ശൂര് കേട്ടോ. അപ്പൊ ഞം കഴിക്കുമ്പോൾ നമുക്ക് കാണാം. അയ്യോ നോക്കിക്കോ, നമ്മുടെ അവിടെ ആയിരുന്നു നമുക്ക് ആ മുരിങ്ങയ്ക്ക ഇങ്ങ് എടുക്കായിരുന്നു. ഒറ്റ മുരിങ്ങയ്ക്ക മാടി വിളിക്കുന്നു വഴി കൂടെ. കണ്ടോടാ ചന്തു? കണ്ടോ മുരിങ്ങയ്ക്ക? ആ അതേ ഒരെണ്ണം കിടക്കുന്നു. അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറായി. ഒലവക്കോട് അല്ലേ? അപ്പം അത് കാത്തു നോക്കി ഞങ്ങൾ അങ്ങനെ ഇരിക്കുവാണ്. നമുക്ക് ഒലവക്കോടിന്റെ ഗ്രാമീണതയാണ്. ഞങ്ങള് ഫസ്റ്റ് തൃശ്ശൂര് എന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞില്ല, ഞങ്ങള് കഴിച്ചില്ല കേട്ടോ. തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. ഞങ്ങളോട് എന്നോട് മിണ്ടിയില്ല അവൻ. അതുകൊണ്ട് ഒലവക്കോട് എന്ന് നമ്മുടെ സ്ഥലത്ത് എന്നിട്ട്
അല്ലേ എത്തേണ്ട സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ചേട്ടൻ 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇനി 2.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ വെച്ച് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് കാണാം കേട്ടോ. അതെ അല്ലേ, മോൻ പറയുമായിരുന്നു കറക്റ്റ് 5 മണിക്കൂറായി നമ്മൾ പോന്നിട്ടെന്ന്. പിന്നെ നല്ല ഞങ്ങള് പല സൈസിലെ വണ്ടികളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നമ്മളന്ന് നോക്കിയതല്ലേ, നമ്മൾ പറഞ്ഞില്ല സ്പ്രിങ്ങിന്റെ അത് പെട്ടെന്ന് പോകുന്നൊക്കെ അല്ലേ. ഭയങ്കര തമാശയായിരുന്നു. ചന്തുക്കുട്ടൻ ഒരുറക്കൊക്കെ ഇച്ചിരി നേരം കഴിഞ്ഞായിരുന്നു കേട്ടോ. പോടാ, അവൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെയാണ് അവനെ പറയുന്നത്? അവൻ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ എത്താറായി കേട്ടോ. നമ്മുടെ പേര് ഗ്രാൻഡ് റെസിഡൻസി ഇതോ കാണുന്നതാണ്. അവിടെ തിരിച്ചു പോന്നു അവിടെ അവിടെ അല്ലെന്ന് അങ്ങനെ അല്ലെന്ന് അങ്ങനെ ആ വഴിയാ വരണം. അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക്. അതെ, ആ ഓട്ടോ കിടക്കണ്ട, ആ കാറ് പോകുന്നുണ്ടോ? അങ്ങോട്ട് നേരെ റൈറ്റിലേക്ക് മെയിൻ പാലക്കാട് ഇത് എന്ത് റെയിൽവേ സ്റ്റേഷൻ? പാലക്കാട് ജംഗ്ഷൻ. ഓ, ഇതാ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പോലത്തെ. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അത് മനസ്സിലായി. ഏതായാലും ഇവിടം വരെ വന്നപ്പം റെയിൽവേ സ്റ്റേഷൻ ആട്ടോ, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. നല്ല വലുപ്പമുള്ള റെയിൽവേ സ്റ്റേഷൻ. കൊള്ളാലോ, ഈ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല റെയിൽവേ സ്റ്റേഷൻ. ആ, ഇതോ മേളിലോട്ടൊക്കെ നോക്കിയേ. നമ്മുടെ സ്ഥലത്തോട്ട് നമ്മൾ പോവാട്ടോ, നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മൾ പോവാണ്. അല്ലേ, ഞങ്ങൾ പുറത്തേക്ക് പോകും കേട്ടോ. ഞങ്ങളേ പുറത്തു പോകും, ഊണ് കഴിഞ്ഞ് പുറത്തു പോകും. നിങ്ങളൊന്ന് മേലെ പോയി തിരിച്ചിട്ട് വരും, ഗ്യാപ്പില്ല. അപ്പുറത്ത് പാർക്കിങ്ങിൽ ഇട്ടോളൂ. നേരെ മോളിൽ കയറി തിരിച്ചിട്ട് വന്നു. ഞങ്ങള് കാറൊക്കെ പാർക്കിങ് ചെയ്ത് ഞങ്ങള് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ, ഗ്രാൻഡ് റെസിഡൻസി. അടിപൊളി, സൂപ്പർ. നമ്മുടെ ഹോട്ടലിൽ വന്നു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ മോനാണ് പിടിക്കുന്നത്. ക്യാമറാമാൻ ഇവരായിരുന്നു. ഞങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ വലിയ മീനൊക്കെ ഉണ്ട്, നമുക്കിതിനെ പിടിച്ച് വറുത്ത് തിന്നാം. അപ്പം ഞങ്ങളുടെ റൂമിലോട്ട് ഞങ്ങൾ പോവാണ്. ചേട്ടനവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ലിഫ്റ്റൊക്കെ അറിയാൻ മതിയായിരുന്നല്ലോ. ലിഫ്റ്റ് ഇല്ല മോനെ, ലിഫ്റ്റ് കയറാതെ വിഡ്ഢികൾ
സ്റ്റെയർകേസ് തന്നെ കയറി പോരുവാണ്. ഒത്തിരി സ്റ്റെയർകേസ് ഉണ്ട്. കേട്ടോ മുറ്റത്ത് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിലോട്ട് നമ്മൾ പോകുന്നു. ദോ പോകുന്നു. എൻ്റെ മക്കള് നമ്മളെ ഇട്ടിട്ട് പോകുന്നേ. രണ്ട് റൂം, അതൊരു റൂം. നോക്കട്ടെ, നമുക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് റൂമൊക്കെ കാണിക്കാം കേട്ടോ. ബാ കഴിക്കാം. രണ്ട് ചാവി ഉണ്ടോ അവനെ? ഒരു ചാവി അച്ഛൻ്റെ ഉണ്ടോ? ചേട്ടൻ്റെ ഉണ്ടോ ഒരു ചാവി? ആ എന്നാ ബാ നമുക്ക് കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ദാ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്തില്ലായിരുന്നു കേട്ടോ, അവിടെ ഇല്ല സംഭവം. ഞങ്ങൾ താമസിക്കുന്നതാ ഇതാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇതാ. ഞങ്ങളെ അവിടെ കയറാൻ പോവാന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ, അവിടെ കയറി കയ്യുമെല്ലാം കഴിയേ. അപ്പോൾ ഒരു രസമില്ല, ഒരു വൃത്തിയില്ല. ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒന്ന് ഗാ നടക്കുന്നു. പുറത്തൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അവിടെ കാണുന്നത് എവിടെ കയറാം. ഇവിടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചു കേട്ടോ കഴിക്കാൻ. വലിയ ഇഷ്ടമൊന്നും പെട്ടിട്ടല്ല, പിന്നെ ഞങ്ങളങ്ങിരുന്നു. കുഴപ്പമില്ല. ഞാനും മോനെ ഇവിടെ ഇരുന്നു. ഞാൻ നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. ഇവർ 3 പേരും ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ദാ അവരുടെ ബിരിയാണിയും വന്നു. കഴിക്കട്ടെ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ റൂം ഇതാട്ടോ. പിള്ളേരുടെ റൂം തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ. നമുക്ക് അത്യാവശ്യം ഇത്രയൊക്കെ ധാരാളം AC എല്ലാം ഉണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബെഡ് ഇതാ. അവിടെ ആണെങ്കിലോ അലമാരി ഉണ്ട്. ഇതാ AC എല്ലാം ഉണ്ട്. എല്ലാ സർവ്വ സാധനങ്ങളും. TV ഉണ്ട്. ഇത്രയ്ക്കുള്ള നമ്മളൊത്തിരി അങ്ങ് അല്ലേ, നമ്മളൊത്തിരി ഒന്നും നോക്കാതെ വെറുതെ ഒരു റൂം എടുത്തന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒറ്റ രാത്രിക്ക് വേണ്ടിയാണ് പക്ഷെ എടുത്തത്. പക്ഷെ അടിപൊളി റൂമുമാണ്, ഒന്നും പറയാനില്ല. ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ ടൗൺ ആട്ടോ. ഇത് ടൗൺ തന്നെയാണ്. അപ്പം ഇതാ ആഹാ ഇതാ ഇവിടെ ഒരാൾ കിടന്നു കേട്ടോ. യോയോയും കാണിച്ച് കിടന്നു. അയ്യോ എനിക്ക് വയ്യ. അപ്പം നമ്മുടെ റൂമെല്ലാം കണ്ടല്ലോ. ഇത് തന്നെ പിള്ളേർക്ക് തൊട്ടപ്പുറത്തെ റൂം തന്നെ കേട്ടോ. അവരവിടെ എല്ലാം റെഡി ആവുന്നു. ഡ്രസ്സും എല്ലാം മാറി വിശ്രമിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മളൊന്ന് 1 മണിക്കൂർ വിശ്രമിച്ചിട്ട് പുറം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോൾ വീണ്ടും പുറപ്പെട്ടു കേട്ടോ. എങ്ങോട്ടാണെന്നോ? കവ എന്ന സ്ഥലത്തോട്ട് കേട്ടോ. ഞാൻ ഇത് കാണണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പാലക്കാട് വരുമ്പം നോക്കിക്കേ എന്തു ഭംഗിയാ നോക്കിക്കേ. എത്തിയിട്ടില്ല. പിള്ളേര് കളിയാക്കും കേട്ടോ. ഞാൻ പറയുന്നതനുസരിച്ച് അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് അതൊന്നും നോ മൈൻഡ് അല്ലേ. അപ്പം നമുക്ക് എന്താണേലും അയ്യോ അതാരൊക്കെയാടാ വരുന്നത്? ചന്തു ഫ്രണ്ട്സും വരുവാന്ന്. ഇതാരൊക്കെയാന്ന് ചോദിച്ചപ്പോ എങ്ങനെയുണ്ട്? പൊന്നെ ചേട്ടനാണെങ്കിൽ ഇതോ അവിടെ തുറന്നിട്ട് അവരെ കണ്ടോണ്ട് വീഡിയോ പിടിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുടുംബസമേതായിരുന്നു അവര് വരുന്നല്ലടാ. അയ്യോ നന്ദുവിന് ഇളകി കേട്ടോ. നന്ദു കോട്ടയത്തുനിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചപ്പം അവൻ ഇളക്കമായി. കാരണം മടുത്ത് കാണും അല്ലേടാ.
അതിന്റെ കൊണ്ടാണോടാ? സന്തോഷം കൊണ്ടാ. കവ നമുക്ക് മുമ്പിൽ പോകുന്നവരും കവയിലോട്ട് പോകാൻ തോന്നുന്നു അല്ലേ? കവയിലോട്ട് പോവാണ്. പാലക്കാട്ട് കവയെന്ന് പറഞ്ഞ സ്ഥലം. ആ നമുക്ക് എന്താണല്ലോ ഐശ്വര്യ രസമുണ്ട് കേട്ടോ കണ്ടിട്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. റബ്ബറൊക്കെ മൊത്തം റബ്ബറാണ്. നന്ദുവേ ചന്തു, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നോക്കിയിരുന്നോണം, ചിലപ്പം നമുക്ക് കാണാൻ യോഗം കാണും. അപ്പം നമുക്ക് വണ്ടി തിരിച്ചു വിടേണ്ടി വരും. ആരെ അപ്പം നമ്മൾ വണ്ടി തിരിച്ചു വിടേണ്ടി വരും അല്ലേ? നമ്മൾ എലിഫന്റ് ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഓ നമ്മള് പിന്നെ വയനാട് പോയിട്ട് ആനയെ കണ്ടു ഇഷ്ടംമാരി അല്ലേ? നോക്കിക്ക് എന്ത് രസാ വഴി കാണാനല്ലേ. അയ്യോ അടിപൊളി വഴി, എന്തു മനോഹരല്ലേ, അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇതാ കവേ വന്നു കേട്ടോ. കവ സൂപ്പർ സ്ഥലം കേട്ടോ. നമുക്ക് നോക്കാവേ. കവ എന്ന് പറയുന്ന സ്ഥലം നോക്കിക്ക്, അടിപൊളി സ്ഥലം കേട്ടോ. കണ്ടോ എത്ര മനോഹരമായിട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ഇനി പോവാണേ. നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. ഓ എല്ലാവരും ഇത് അവിടെ ഒക്കെ നിൽക്കുക കേട്ടോ. നമ്മൾ വണ്ടി ഇത് അവിടെ ഒതുക്കിയിട്ടു. ഇതോ പാറ എല്ലാം ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇതോ മണ്ടയിൽ മേളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഇറങ്ങാൻ പറ്റത്തില്ലടാ. ഇറങ്ങാം. മാങ്ങയ്ക്കന് മാങ്ങയ്ക്ക് എത്ര? 20. ആ മുളക്. ആ പൈനാപ്പിളും മേടിക്കാല്ലേ. അപ്പം ഞങ്ങൾ ഇതാ ഇതൊക്കെ കണ്ട് ഞങ്ങൾ മേടിക്കുവാണ്. ആഹാ ഇപ്പോഴേ വായി വെള്ളം വരുന്നു. ഞങ്ങളിതാ കവയെ വന്നിട്ട് ദാ ദേ അതിൻ്റെ കയ്യിൽ നിന്ന് ദേ ഇവിടുന്ന് ഞങ്ങൾ മാങ്ങയൊക്കെ മേടിച്ചു. ഇനി അടുത്ത 2 എണ്ണം എടുത്തല്ലേ? 2 എണ്ണം എടുത്തു. നല്ല ടേസ്റ്റ്, സൂപ്പറാട്ടോ. കഴിക്കട്ടെ? വേണോ? എനിക്കാണോ? എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണം തരാം. ശരി കഴിക്കട്ടെ. അപ്പം ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ പല സാധനങ്ങളും മേടിച്ചു കേട്ടോ. എന്നൊക്കെയാണ് വാങ്ങിച്ചേ? ആ മാങ്ങാപ്പഴം, ആ ആ ഇത്രയും വാങ്ങിച്ചു. എല്ലാം തിന്ന് തീർത്തേക്കല്ലേ, എനിക്കും കൂടെ വെച്ചേക്കണേ. എന്റെ സാറേ നല്ല സൂപ്പർ സാധനം കേട്ടോ. കവയെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങായ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ ഞങ്ങൾ അങ്ങോട്ട് പോണേ. ഇവിടെ ഉണ്ടല്ലോ ഈ സ്ഥലത്ത്, ആ കടയിലെ പുള്ളിക്കാരി പറഞ്ഞാണേ, ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ മാർച്ച് ആകുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു തരാവേ. വെള്ളം ആണെന്ന വെള്ളമൊക്കെ കുറച്ച് പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ സാരില്ല. വേണ്ട 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 ചേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പൊ ഈ വെള്ളമൊക്കെ കുറച്ചങ്ങ് പറ്റുമെന്ന്. അപ്പോൾ ഒരു 32 ആനയോളം ഉണ്ടെന്ന്. അവരൊക്കെ ഇവിടെ വന്നാൽ വെള്ളം കുടിക്കുന്ന അക്കരെ എന്താ അവിടുന്നൊക്കെ വന്നും ഇവിടെ വന്നു നിന്നും ഒക്കെ വെള്ളം. മനെ ചെളി പോലെ ചെളിപ്പോ അങ്ങോട്ട് അതിലേക്ക് പോവാം. ഇവിടെ ചെളിയാ അല്ല അവിടെ പോവാം. അപ്പം അങ്ങനൊക്കെ ഇത് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഊഞ്ഞാലാടുന്നു, നല്ല രസമുണ്ട് കേട്ടോ. മല എന്തൊരു ഭംഗിയാ നോക്കി. നമുക്ക് എല്ലാം കൂടെ പോയിട്ട് വരാം. കവയില് ഇവിടെ ഫുൾ അടിപൊളി സ്ഥലം. അവിടെ നോക്കി കുന്നു, മല കണ്ടോ മല. അയ്യോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഭയങ്കര നഷ്ടം കേട്ടോ. അതുപോലെ നല്ല സ്ഥലം അല്ലേ മനെ? നല്ല സ്ഥലല്ലേ ഇത്. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ എന്നെ കണ്ടപ്പോ എനിക്കൊരു ആകർഷണം. ഇത്ര പേര് നിരന്ന് നിൽക്കുന്നു. മതി മതി, അത് അടുത്തോട്ട് പോണ്ട. എന്ത് രസമാണ്, കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഗാന്ധമായി നിൽക്കുന്ന എന്റെ ചേട്ടനെ കണ്ടോ? പാവം എന്റെ ചേട്ടനെ ഗാന്ധമായി നിൽക്കുന്നു. കവയെപ്പറ്റി വർണ്ണിക്കുന്നു. കവിയാണ് കവ. ആ കവ
കവയെപ്പറ്റി വർണ്ണിക്കുന്ന കവിയാണ് എൻ്റെ ചേട്ടൻ കേട്ടോ. അത്ര ഇതാണ്. അവന്മാർക്ക് ഊഞ്ഞാല് കണ്ടപ്പോൾ ആടണം എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് നാണാ. ഞാൻ പറഞ്ഞു എന്നാന്ന് കാണിക്കാൻ ഇത്ര ഊഞ്ഞാലാടുന്നതിന്. നോക്കിക്കേ, ഒരു ഊഞ്ഞാലാടുവാണേ. കോഞ്ഞാട്ട ആടിപ്പോയി. കോഞ്ഞാട്ട എന്നാണ് പറയുന്നത്. എന്തോ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ചെരിഞ്ഞാടുന്നത്, അതാടിപ്പോയി. കണ്ടോ, ആടുക. അടുത്തയാളും ആടുവാണ്. ആടിക്കോ ആടിക്കോ. കണ്ടോ, അവരും അവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല രസമുണ്ട് അവരുടെ ഡാൻസ്. നോക്കിക്കേ, നല്ല രസം. അപ്പം ഞങ്ങൾ കവയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്, അതായത് എൻ്റെ കിടങ്ങറയിലെ വി ചേച്ചിയുടെ നാത്തൂൻ, അതായത് രാജീവ് ചേട്ടൻ്റെ പെങ്ങളാണിത് കേട്ടോ. രമണി ചേച്ചി, രമണി എന്നാ പേര്. പിന്നെ ചേട്ടനും ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ അധ്യാപിക കേട്ടോ. അതെന്നാ ചേച്ചിയുടെ ഒരു ഇതല്ലേ അത്. ചേച്ചി അധ്യാപികയാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ ഭയങ്കര സർവീസിലിരുന്നിട്ടാണ് ഇപ്പം ഇതായല്ലോ അല്ലേ, റിട്ടയറായി ചേട്ടൻ. അവിടെ അടുക്കള ഭയങ്കര ജോലിയാട്ടോ. ഇപ്പം കാണിക്കുന്നില്ല. ഞങ്ങൾ വന്നുകൊണ്ട് ചായയുടെ സ്പെഷ്യലിസ്റ്റാന്നാ ചേച്ചി പറഞ്ഞു. ചേച്ചി അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ചേച്ചി ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ ചാനലിലിടാനാണ്. അങ്ങനെ ദാ നോക്കിക്ക എന്തൊക്കെയാണ് കൊണ്ടുവച്ചത്. ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് അടുത്തപ്പോഴാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതിനെ. എന്നിട്ടും നോക്കിക്ക എന്തൊക്കെയാണ് കൊണ്ടുവച്ചേക്കുന്നതെന്ന്. അപ്പോൾ ഏതായാലും വീടൊക്കെ ഒന്ന് കാണാൻ പറ്റി കേട്ടോ. ഇതുവരെ പാലക്കാടൊക്കെ വരാറില്ലല്ലോ നമ്മൾ ഒത്തിരി ഒന്നും. സൂപ്പർ കേട്ടോ. ചേച്ചിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്. അതുപോലെ ഭയങ്കര രസമായിട്ടാട്ടോ ക്ലീൻ ആക്കി ഇട്ടേക്കുന്നത് മൊത്തം. ഇവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ രമണി ചേച്ചി. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തില്ലായിരുന്നോ, ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേട്ടൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ ഞങ്ങൾക്ക് കൊണ്ട് തന്നേക്കുന്നത്. സൂപ്പർ ചായ കേട്ടോ. അടിപൊളിയല്ലേ ചേട്ടാ? ആ, അടിപൊളി ചായ. ഇതാ ചേട്ടൻ കുടിച്ചിട്ട്. അല്ല ഞാൻ കുടിച്ചായിരുന്നു. ഓക്കെ കേട്ടാ, അല്ലേ? നല്ല ചായ, സൂപ്പർ അടിപൊളി ചായ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.